വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന് പ്രഖ്യാപിത ലക്ഷ്യം നേടാനാകാത്തതിന്റെ പ്രധാന കാരണം കേന്ദ്ര സർക്കാരും ദുബായ് പോർട്ട് വേൾഡും തുടരുന്ന നിസ്സംഗതയാണ്. 200 കോടിയോളം ചെലവഴിച്ച് ഡ്രഡ്ജിംഗ് തുടരുമ്പോഴും വലിയ കപ്പലുകളൊന്നും ടെർമിനലിൽ എത്താത്ത സ്ഥിതിയുണ്ട്. പദ്ധതിയുടെ തുടക്കത്തിൽ പ്രഖ്യാപിച്ച 33.3% ലാഭവിഹിതം നിലവിൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന് ലഭിക്കുന്നില്ല. വല്ലാർപാടം ടെർമിനലിലേക്ക് വലിയ കപ്പലുകൾ അടുപ്പിക്കാൻ ലക്ഷ്യമിട്ട് വർഷം മുഴുവൻ ഡ്രഡ്ജിംഗ് അഥവാ ആഴം കൂട്ടുന്ന ജോലികൾ നടക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ ഒരൊറ്റ വലിയ കപ്പൽ മാത്രമാണ് ടെർമിനലിലേക്ക് എത്തിയത്. 168 കോടിയാണ് ആഴം കൂട്ടലിനായി മാത്രം പ്രതിവർഷം ചിലവഴിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിർദ്ദേശമനുസരിച്ച് ആഴം 14.5 മീറ്ററിൽ നിന്നും 16 മീറ്ററായി വർദ്ധിപ്പിക്കണം. അങ്ങനെയെങ്കിൽ ചിലവ് 220 കോടിയായി ഉയരും. യഥാർത്ഥത്തിൽ നിലവിലുള്ള ആഴം ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് കൂടുതൽ ആഴം വേണമെന്നുള്ള നിർദ്ദേശം ഇന്ത്യ ഗവൺമെൻറ് വെച്ചിരിക്കുന്നത്. ദുബായ് പോർട്ട് വേൾഡിൻ്റെ ആവശ്യപ്രകാരമാണെന്ന് കരുതുന്നു. അങ്ങനെ കൂടുതൽ ആഴം വർദ്ധിപ്പിക്കുക സ്വാഭാവികമായിട്ട് ഇന്ന് ചെലവഴിക്കപ്പെടുന്ന 150-160 കോടി രൂപ ട്രഡ്ജിങ്ങിന് എന്നുള്ളതിൽ നിന്ന് മാറി വീണ്ടും ഒരു 200-250 കോടി രൂപയിലേക്ക് വളരാൻ സാധ്യതയുണ്ട്. വീണ്ടും തുറമുഖത്തെ വലിയ സാമ്പത്തിക ബാധ്യത അത് തള്ളിവിടാൻ ഇടയുണ്ട്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ ലാഭവിഹിതം 66.6% DP വേൾഡിനും 33.3% കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിനുമായാണ് നിശ്ചയിച്ചിരുന്നത്. നിലവിൽ 28.7% മാത്രമേ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന് ലഭിക്കുന്നുള്ളൂ. കഴിഞ്ഞ വർഷം 117 കോടി രൂപയാണ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന് ലഭിച്ചത്. ഇതൊക്കെ നിലപാടുകളും നടപടികളും നയങ്ങളും സ്വീകരിക്കേണ്ടത് ദുബായ് പോർട്ട് വേൾഡും കൊച്ചിൻ പോർട്ടും കൂടിയാണ്. കൊച്ചിൻ പോർട്ട് അക്കാലത്ത് ഉത്തരവാദിത്തം വഹിക്കണം. കാരണം ലൈസൻസർ കൊച്ചിൻ പോർട്ടാണല്ലോ. നമ്മൾ വളരെ സൗജന്യ നിരക്കിൽ എന്ന നിലയ്ക്കാണ് 110 ഹെക്ടർ ഭൂമി അവർക്ക് കൊടുത്തിട്ടുള്ളത്. കൊച്ചി പോർട്ട് ട്രസ്റ്റിന് വല്ലാർപാടം ടെർമിനലിൽ ഒരു കണ്ടെയ്നറിന് ലാഭമായി ലഭിക്കുന്നത് 200 രൂപയാണ്. എന്നാൽ DP വേൾഡിന് തന്നെ ഉടമസ്ഥതയിൽ ഇന്ത്യയിലുള്ള മറ്റു ചില തുറമുഖങ്ങളിൽ ഇത് 2000 രൂപ വരെ എത്തുന്നുണ്ട്. ടെർമിനലിന്റെ പരാജയത്തിന് ഇതും ഒരു കാരണമായി. വിബി തടത്തലിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1, കൊച്ചി.